എൻ്റെ പേര് മണികണ്ഠൻ. എൻ്റെ കമ്പനിയുടെ പേര് മകം ബിൽഡിംഗ് പ്രൊഡക്ട്സ്. ഈ സ്ഥാപനം മങ്കര പഞ്ചായത്തിലെ കണ്ണമ്പരിയാരം എന്ന സ്ഥലത്താണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മേഖലയായിരുന്നു. ക്രിയേറ്റീവായിട്ട് ഓരോ സാധനം കണ്ടുപിടിക്കുക, ഉണ്ടാക്കുക. അതാണ് എനിക്കൊരു ജന്മനാരു ഇതാണ് ഇഷ്ടം. അതുപോലെ അങ്ങനെ ആദ്യമായിട്ട് കോൺക്രീറ്റിൻ്റെ കട്ട്ല, ജനല്, അതുപോലെ തന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ, പില്ലറിൻ്റെ, ഹെഡിൻ്റെ, അങ്ങനത്തെ കോൺക്രീറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളല്ലെങ്കിൽ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കും, ഫൈബർ ഉണ്ടാക്കും, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് സിമെൻറ്റിലേക്ക് ആക്കിയിട്ട് കോൺക്രീറ്റിലെ എല്ലാ പ്രൊഡക്റ്റും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ക്വാളിറ്റി നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യുന്നുണ്ട്. എംസാൻ്റെ മിക്സിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. 53 ഗ്രേഡ് സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു 20-25 ഇയേഴ്സിനുള്ളിൽ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് മറ്റ് ഇതിന് അത്ര ലാസ്റ്റിങ് ചെയ്യാൻ ചാൻസ് കമ്മിയാണ് ഈ കോൺക്രീറ്റ് പ്രൊഡക്റ്റ്. എന്നാലും ഈ കോസ്റ്റ് കമ്മിയാവുകൊണ്ട് എല്ലാവർക്കും ഇതാണ് ചൂസ് ചെയ്യുന്നത്. അത് മറ്റ് കമ്പാരിറ്റീവ് ഒരു ജനലിൻ്റെ ഫ്രെയിമിന് ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ 3600 വരുന്നു ഒരു 3 കല്ല് ജനലിന്. മറ്റേതാണെന്ന് വെച്ചാൽ നമുക്ക് മരത്തിൽ ഒരു മിനിമം 7000-8000 രൂപ വരും, സ്റ്റീലായും വരും. അപ്പോൾ അതിന് കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് ലാഭകരമാണ്. അത് ഒരു 20-25 ഇയേഴ്സൊക്കെ നിൽക്കാം നന്നാക്കി ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യം. ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ചൂട് കൂടുതലാണ് അവിടെ, ഒരു 38-36 ഡിഗ്രി ചൂട് കൂടുതലാവുകൊണ്ട് എന്തായാലും ഇതൊരു മിക്സിംഗ് ആണല്ലോ, രാസവസ്തു ഒരു പ്രോസസ്സിങ്ങിനാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ലൈഫ് ലോങ് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ മെയിൻ ഉപയോഗിക്കുന്നത് നമ്മൾ 12mm മെറ്റല്, എംസാൻഡ്, സിമെൻറ്റ് 53 ഗ്രേഡ്, പിന്നെ കമ്പി സ്റ്റീല് 6mm കമ്പി, പിന്നെ ടാറ്റയുടെ ജിയോ വരെ വെച്ച് എൻ്റെ ക്ലിപ്പ് ഇടുന്നു. ഇത്രയേ ഉള്ളൂ റോ മെറ്റീരിയൽ. ഗവൺമെൻറ് PWD കോൺട്രാക്ടറായിരുന്നു. എനിക്ക് ഏകദേശം 56 വയസ്സായി. ഞാനത് തുടങ്ങിയിട്ട് 15 കൊല്ലമായി. അപ്പോൾ ബെസ്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 2012 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു അവാർഡ് ഇപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിലുണ്ട്, കിട്ടിയിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് നല്ല എൻ്റർപ്രൈനർ ലേഡീസിൻ്റെ വൈഫിൻ്റെ വില കമ്പനി. അപ്പോൾ അതിന് സ്ത്രീകൾക്കുള്ള ഒരു പ്രോത്സാഹനം നിലയ്ക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന അവാർഡാണ് ഏറ്റവും നല്ല കമ്പനി. നമുക്ക് സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഒരു 30 പേരുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഈ കോൺക്രീറ്റിൽ നിന്ന് സ്റ്റീലിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 12-13 പേരുള്ളൂ ഇപ്പോൾ. പിന്നെ എനിക്ക് വേറെ ചെറിയൊരു യൂണിറ്റ് ഉണ്ട് ലക്കിടി, എൻ്റെ വീടിൻ്റെ അടുത്ത്. അത് മകം ഇൻ്റർലോക്ക് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൽ ഈ പോർച്ച് ടൈല്, ഇൻ്റർലോക്ക്, റോഡ് കട്ട, സിക്സാഗ് അങ്ങനത്തെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഗവൺമെൻറ് വർക്ക് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കുറേ സാധനങ്ങൾ ഉപയോഗമുണ്ട്. സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ RCC പൈപ്പ്, കോൺക്രീറ്റിൻ്റെ ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, അതുപോലെ തന്നെ ടാറ്റയുടെ സ്റ്റീലിൻ്റെ ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, പിന്നെ ഈ ചാരുപടി, തൂവാന, അതൊക്കെ ഒന്ന് കുറച്ച് ഇപ്പോൾ ഔട്ടായിരുന്നു. അത്തരം ഐറ്റങ്ങളൊക്കെ അപ്ഡേഷൻ നടത്തിക്കൊണ്ട് ഞങ്ങൾ മാക്സിമം അപ്ഡേഷനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇന്നൊന്നും ചെയ്യാനില്ല. കാരണം ആൾക്കാർ ഇപ്പോൾ കണ്ടംപററി സ്റ്റൈലിലേക്ക് വിടാവുകൊണ്ട് കുറേ ഐറ്റങ്ങളൊക്കെ ആൾക്കാർ ഇപ്പോൾ ചൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേഷന് വേണ്ടിയിട്ട്. ടോട്ടൽ ഇപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 50 പേരുണ്ട്, 50 പേരുണ്ടാവും ഈ ഒരു കമ്പനിയിലും. പിന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് വർക്കും ഉണ്ടല്ലോ, അവിടെ അത് 15 പേരുണ്ട്. പിന്നെ വീട്ടിലൊരു 6-7 പേരുണ്ട്. ടോട്ടൽ 40 to 50 ഉണ്ടാവും. അല്ല, എൻ്റെ ഗവൺമെൻറ് വർക്ക് ഫീൽഡും കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ടോട്ടൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ല. ഞങ്ങൾ ഒരുവിധം ക്വാളിറ്റി ആയിട്ട് കൊടുക്കൊണ്ട് 10-13 വർഷം മുന്നേ എല്ലാം ഉള്ളൊരു കമ്മിയായിരുന്നു. നമ്മുടെ ഈ കൊളപ്പള്ളി പാലക്കാട് ഈ റൂട്ടിൽ എല്ലാ പ്രൊഡക്റ്റും ഉള്ളൊരു കമ്പനി ഞങ്ങളുടെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങനെ കോമ്പറ്റീഷൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഒരു നന്നായി കൊടുക്കണം പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അത്യാവശ്യം ബിസിനസ് ഉണ്ട്. അന്നും ഇന്നും കുഴപ്പമില്ല, അങ്ങനെ പോകണം, നന്നായി പോകണം. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അന്ന് 50,000 രൂപ അവാർഡ്, ക്യാഷ് അവാർഡ് വന്നു. അതുപോലെ ബാങ്ക് ലോൺ സൗകര്യമുണ്ട്. പിന്നെ മുദ്ര ലോൺ 10 ലക്ഷം ലോണുണ്ട്. അത് വളരെ പലിശ പരിമിതമാണ്. അതിനൊരു ഡോക്യുമെൻ്റ് വെക്കേണ്ട, ഒന്നും വേണ്ട. ഗവൺമെൻറ് ഭാഗത്ത് എല്ലാ സഹായം നമുക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം മിഷറീസിന് KSSI ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസിൽ നമുക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറുകിട സംരംഭം നിലയ്ക്ക് നമുക്ക് യാതൊരു പ്രശ്നം ഗവൺമെൻറ് ഭാഗത്ത് എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇതിലേക്ക് ഈ മേഖലയ്ക്ക് വരണം. കുറച്ച് ബുദ്ധിമുട്ടണം, സ്ട്രഗിൾ ചെയ്യണം. പിന്നെ അത് നമുക്കത് അല്ലാണ്ട് ഗവൺമെൻറ് ഭാഗത്ത് യാതൊരു തെറ്റും നമുക്ക് പറയാനില്ല. അത് എല്ലാ സപ്പോർട്ടും എല്ലാ ഭാഗത്തും ഉണ്ടാവും. പറയാം, പഞ്ചായത്തിൽ നിന്നായാലും, പാലക്കാട് നിന്നായാലും, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസിൽ നിന്നായാലും, സ്റ്റേറ്റ് ലെവലിൽ നിന്നായാലും നമുക്ക് എല്ലാ സഹായങ്ങളും നമുക്കുണ്ട്. അത് എല്ലാ ചെറുപ്പക്കാരും പുതിയ മേഖലയ്ക്ക് വരണം. കുറേ പേര് തൊഴിൽ കിട്ടും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജിയാണ്. പിന്നെ നമ്മൾ നല്ല സർവീസ് ആയിരിക്കണം, റീസണബിൾ റേറ്റ് ആയിരിക്കണം, നല്ല സർവീസ് ആയിരിക്കണം. പിന്നെ ക്വാളിറ്റി നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യണം. കസ്റ്റമർക്ക് അവർ മുടക്കുന്ന മുതലിന് ഒരു 95% നമുക്ക് ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയെല്ലാം നമുക്ക് പിടിച്ചു തരാൻ പറ്റില്ല മാർക്കറ്റിൽ. എല്ലാ ചെറുപ്പക്കാരും ഈ പുതിയ രംഗത്തേക്ക് വരണം. ഇത് അപ്പോൾ കുറേ പേർക്ക് തൊഴിൽ കിട്ടും.
എല്ലാവർക്കും നല്ല ലൈഫ് ഉണ്ടാവുമല്ലോ അങ്ങനെ അത്തരം ഈ ചിന്തിക്കുകയാണ് വെച്ചാൽ. എൻ്റെ ബിസിനസ് ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ പേരിലാണ് ഈ കമ്പനി. ഞങ്ങൾ പേരിട്ടത് മകൻ എന്നാണ്. കാരണം എൻ്റെ വൈഫിൻ്റെ നാളും മകാണ്, എൻ്റെ നാളും മകാണ്, എൻ്റെ മോൻ്റെ നാളും മകാണ്. അങ്ങനെയാണ് ഈ മകൻ തിരഞ്ഞെടുത്തത്. കുഴപ്പമില്ല, നന്നായി പോയി. ഒരു 10-15 വർഷം ഞങ്ങൾ നല്ല നിലയ്ക്ക്, ഇപ്പോൾ കുറച്ച് കമ്മിയുള്ളൂ, നല്ല നിലയ്ക്ക് നല്ല ബിസിനസ്സുള്ള സ്ഥാപനമായിരുന്നു അത്. കുഴപ്പമില്ല. ഇപ്പോഴും ഞങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി പോകണം. അതായത് ഞങ്ങൾക്ക് ഒരു ആവറേജ് ബിസിനസ് ഞങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കണം. കുഴപ്പമില്ല, അത് ഈ ലെവലിൽ ഇങ്ങനെ പോവും. പിന്നെ എല്ലാ മക്കളും, ഒരു മകൻ ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, ഒരു മകൻ കെനിയയിൽ വർക്ക് ചെയ്യുന്നു, അതും ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് മേഖല തന്നെയാണ്. എല്ലാവരും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഇത്തരം മേഖലയാണ്, ബിസിനസ്സാണ്. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക, കുറേ പേർക്ക് നമുക്കും ഒരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും. അതാണ് ഈ തിരഞ്ഞെടുക്കാൻ കാരണം. ഇത് ഈശ്വരാനുഗ്രഹം ഒക്കെ എല്ലാവരുടെയും, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയൊക്കെ കൃപ കൊണ്ടാണ് ഞാൻ എന്നും അച്ഛനും അമ്മ തന്നെയാണ് എൻ്റെ എന്താ പറയുക, ഈശ്വരൻ പറഞ്ഞാൽ തന്നെ. ഈശ്വരൻ നമ്മൾ കണ്ടില്ല, എല്ലാവരും ഈശ്വര സൃഷ്ടി തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ഈശ്വരൻ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനും അമ്മ തന്നെയാണ്. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ നന്നായി പോകണു. അവരെന്നും പ്രാർത്ഥിക്കും, ഇത് അച്ഛനമ്മയും. അതുതന്നെയാണ് എൻ്റെ വിജയത്. ഇപ്പം ഞങ്ങളുടെ സ്ഥലം പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ. അവിടുന്ന് ഒരു പാലക്കാട് ഭാഗത്തേക്ക് ഒരു 500 മീറ്റർ കഷ്ടി വന്നു കഴിഞ്ഞാൽ പാലക്കാടേക്ക് വരുന്ന ഭാഗത്തേക്ക് ലെഫ്റ്റിലാണ് മകം ബിൽഡിംഗ് പ്രൊഡക്ട്സ് എന്ന് കാണാം, ബോർഡ് മകം. ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 300 മീറ്റർ അപ്പുറം നമ്മുടെ ഒരു ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് റൈറ്റിൽ. അവിടെയാണ് സ്റ്റോപ്പ്, കണ്ണമ്പരിയാരം. പിന്നെ അതിനെ തുടർന്ന് മാങ്കുറിച്ചി, പറളി, പാലക്കാട്, അങ്ങനെ ടൗണിലേക്ക് പോകും. താങ്ക്സ്.